കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 304 ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. സോ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 4 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ പേര് വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ മെഗിക്കുള്ളതിനെ അങ്ങനെ അവർ ഡിഫീറ്റ് ചെയ്തല്ലോ. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്ത ആ ഡീമൺസ് ഒക്കെ പതുക്കെ ഇല്ലാണ്ടായി പോകുവാണ്. നമ്മുടെ ക്യൂൻ ലൂലുപ്പിക്കയുടെ ശരീരത്തുണ്ടായിരുന്ന ആ കേസ് മാർക്കൊക്കെ പതുക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അതേസമയം പുള്ളിക്കാരി നമ്മുടെ ആസ്റ്റ പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആസ്റ്റ നോയിലൊക്കെ പറയുന്നുണ്ട്, നോയില നീ അവസാനം അത് ചെയ്തല്ലേ. ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ ലൂലുപ്പിക്ക് തന്റെ ബോധം തിരിച്ചു വന്നു. പുള്ളിക്കാരി പതുക്കെ കണ്ണ് തുറക്കാൻ നേരത്ത് നമ്മുടെ ആസ്റ്റ അറിയാതെ ലൂലുപ്പിക്ക് എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തിരുത്തി മാജസ്റ്റി എന്ന് വാക്കുകയും ചെയ്യും. എന്നാൽ അപ്പോഴാണ് അവർ രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ലൂലുപ്പിക്ക് ഫുള്ളി നേക്കഡായിട്ട് നിൽക്കുവാണ്. അപ്പൊ തന്നെ പുള്ളിക്കാരി കിടന്ന് കാണുന്നുണ്ട്. എന്നോട് ക്ഷമിക്ക്, ഞാൻ നേക്കഡാണെന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റ കേട്ടെ അത് നോക്കാതിരിക്കാൻ വേണ്ടി തല മേലിലേക്ക് ഉയർത്തി പിടിച്ച് നിൽക്കുന്നുണ്ട്. നീ എന്തുവാടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നോയിൽ അവിടേക്ക് വന്ന് ആസ്റ്റനെ ഇട്ടിച്ച് ദൂരത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ലൂലുപ്പിക്കിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് പറയുന്നുണ്ട്, നീ ജീവനോടെ വന്നല്ലോ, വളരെ സന്തോഷമുണ്ട്. അതേസമയം നമ്മുടെ അണ്ടനായിട്ട് പുള്ളിക്കാരുടെ ഫുൾ പവർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ചിബി ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഇടികൊണ്ട് തെറിച്ചുപോയ നമ്മുടെ ആസ്റ്റ പെട്ടെന്ന് തന്നെ നോയിലിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്തിനാണ് ഇപ്പൊ എന്നെ അടിച്ചത്? അപ്പൊ തന്നെ അവൾ റേഞ്ച് ചെയ്യും, മിണ്ടി പോകരുത്. എന്നിട്ട് പുള്ളിക്കാരി തല തിരിച്ചു കളയും. പുള്ളിക്കാരുടെ മനസ്സിലാകട്ടെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല, ഭയങ്കര ഫീലിങ്സ് വന്നിട്ടിരിക്കുക. കാരണം കുറെ നാൾ കഴിഞ്ഞാണ് നമ്മുടെ ആസ്റ്റിനെ പുള്ളിക്കാരി നേരിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആസ്റ്റിയുടെ മുഖത്ത് നേരിട്ട് നോക്കാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര അധികം നാണമാണ്. ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നോയില വീണ്ടും ആസ്റ്റിനെ ഇടിച്ച് ദൂരത്തേക്ക് ഇടുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ നോസെല്ലാം പുള്ളിക്കാരി കാണുന്നത്. കേസൊക്കെ അങ്ങനെ അവസാനം ബ്രോക്കൺ ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും നോയിലയുടെ എന്ത് സംസാരിക്കണമെന്നോ എന്ത് പറയണമെന്നോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഷാർലറ്റ് എന്നോട് ക്ഷമിക്കുക, ഈ ഒരു സ്പെല്ലിന്റെ എഫക്റ്റ് ഇപ്പൊ തന്നെ തീരുന്നതായിരിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, അവസാനം ഞാൻ എന്റെ മാസ്റ്റർ പീസ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പൊ നമ്മുടെ ഷാർലറ്റ് തിരിച്ചു പറയുകയും ചെയ്യും, നീ ക്ഷമ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നീ ഇല്ലായിരുന്നെങ്കിൽ, നിന്റെ സ്കില്ലില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും തന്നെ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ മരിക്കാനും പറ്റത്തില്ല. കാരണം നമുക്ക് ചെയ്തു തീർക്കാൻ കുറെ അധികം പണിയുണ്ട്. അതേസമയം നമ്മുടെ ഗാജയുടെ അടുത്തേക്ക് ലൊലിപ്പിക്ക ഓടിപ്പോകുന്നുണ്ട്. ലൊലിപ്പിക്കനെ കണ്ട് പുള്ളിക്കാരൻ എന്തോ പറയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പുള്ളിയുടെ ഫുൾ പവർ പോയി നേരെ താഴത്തേക്ക് വീഴും. നമ്മുടെ ഗാജ മാത്രമല്ല, അതേസമയം റില്ലും ഷാർലറ്റും എല്ലാവരും താഴത്തേക്ക് വീഴും. ലൂലുപ്പിക്ക് അപ്പൊ തന്നെ പുള്ളിക്കാരുടെ വാട്ടർ റിക്കവറി മാജിക് യൂസ് ചെയ്ത് അവരെ ഒരു ഗോളത്തിന്റെ അകത്താക്കും. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരിക്ക് അവരുടെ വൂൺസ് ഒന്നും ഹീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആസ്റ്റയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമേ പുള്ളിക്കാരന് പറ്റിയുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നോയില പറയുന്നുണ്ട്, ഇല്ല ഇത് ശരിയല്ല, അവരെന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവോ, അവരിങ്ങനെ മരിക്കാൻ അനുവദിച്ചുകൂടാ, അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണം, നമുക്ക് ഇവിടെ ഇനി ചെയ്യാൻ ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആസ്റ്റയുടെ തൊട്ടു പുറകെ പ്രത്യക്ഷപ്പെടും. ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സുപ്രീം ഡെവിലിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. അതിലും വലിയ കാര്യമായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കും റൈറ്റ് ആയിട്ടുള്ളവർക്കും എപ്പോഴും ഒന്ന് റിവാർഡ് കിട്ടിയല്ലോ, അതാണ് റിയാലിറ്റി. പെട്ടെന്ന് നമ്മുടെ ലക്ക് നമ്മുടെ എന്തോ പറയാൻ പോകുന്ന നേരത്ത് തന്നെ നാച്ചി അപ്പൊ തന്നെ പറയുന്നുണ്ട്, നീ പറഞ്ഞ ആളല്ലേ, അവരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാച്ചി ആരോ ഒരാൾ പുള്ളിക്കാരുടെ ഷാഡോയിൽ നിന്ന് പൊക്കി എടുക്കുന്നുണ്ട്. ഇത് കാണുന്ന നേരത്ത് നമ്മുടെ നോയിലക്കും സന്തോഷമാകും. സോ ഇന്നത്തേക്കുള്ള ചോദ്യം ഇതാണ്, ഈ ക്യാരക്ടറിന്റെ പേരെന്താണ്? കറക്റ്റായിട്ട് പറയുന്ന 4 പേര് ഞാൻ നാളത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആരെയും തന്നെ മരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി തന്റെ പ്ലാൻ മാജിക് യൂസ് ചെയ്ത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഗാർഡൻ പോലെ സാധനം ക്രിയേറ്റ് ചെയ്യും. അതിന്റെ അകത്തായിട്ട് നമ്മുടെ ഗാജയും റില്ലും ഷാർലറ്റും എല്ലാവരും ഉണ്ട്. ഈ ഒരു സ്പെല്ല് കണ്ട് നമ്മുടെ നാച്ച് വരെ ഞെട്ടുന്നുണ്ട്. അതേസമയം നമ്മുടെ ഗാജയുടെ വയറ്റത്തുണ്ടായിരുന്ന ഒരു ഫുൾ വൂണ്ട് വരെ ഹീൽ ആകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർ 3 പേര് റിക്കവർ ആകുന്നത്. അവരുടെ ശരീരത്തിൽ ഒരു തുള്ളി സ്ക്രാച്ച് പോലും ഇല്ല. ഇത് കണ്ട് നമ്മുടെ ക്യൂൻ ലൊലോപ്പിക്കിടെ അതേപോലെ ആസ്റ്റയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. കാരണം അത്രക്കൊരു ഇമൻസ് ആയിട്ടുള്ള കാര്യമാണ് അവരവിടെ കണ്ടത്. ഗാജനെ കണ്ടതും പുള്ളിക്കാരി കിടന്ന് ക്ഷമ ചോദിക്കാൻ തുറക്കും. എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ് പുള്ളിക്കാരി കിടന്ന് കാറുന്നുണ്ട്. അതേസമയം നമ്മുടെ ഗാജ പറയും ചെയ്യും, ഞാൻ നിന്റെ സ്പിരിറ്റ് ഗാർഡിയനല്ലേ, എന്നെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പുള്ളി ഒന്ന് നൈസായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ക്യൂൻ ലൊലുപ്പിക്കിനെടുക്കെ പുള്ളിക്കാരന് അവളെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. എല്ലാവരും ഇത് കേട്ട് ഞെട്ടിത്തെരിഞ്ഞ് നിൽക്കാനത്ത് പുള്ളിക്കാരൻ മറ്റൊരു ഡയലോഗും കൂടെ പറയുന്നുണ്ട്, ഞാൻ ഈ രാജ്യത്തെ രാജ്ഞിയോടല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞത്, പകരം എന്നെ മയക്കി വീഴ്ത്തിയ ആ ഒരു പെങ്കൊച്ചിനോടാണ്. ക്യൂൻ ലൊലുപ്പിക്ക് എന്ത് പറയണമെന്ന് അറിയാമല്ലായിരുന്നു. അതേസമയം തന്നെ നോയിലും ഭയങ്കര നന്നായിട്ട് ബ്ലഷും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അണ്ടേനാകട്ടെ ലൊലിപ്പിക്ക തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് എന്താണൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാച്ചി ഒരു കാര്യം പറയുവാണ്, ഞാൻ പ്രതീക്ഷിച്ചല്ലോ അപ്പുറം തന്നെ ഇവരെല്ലാവരും വളർന്നിരിക്കുന്നു. ഇനി ഒരു ഡാർക്ക് ട്രൈഡ് മെമ്പറും കൂടെ ഉള്ളു, അവനെയും കൂടെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അവിടുന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മെഗിക്കുളം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂണോ ലാംഗ്വേജും കൂടെ ഫൈറ്റ് ചെയ്യേണ്ടിരുന്നല്ലോ, ആ ഒരു ഫൈറ്റിലേക്കാണ്. എന്നോടൊപ്പം പറയുന്നുണ്ട്, നമ്മൾ എല്ലാവരും നമ്മുടെ ടൈമാണ് വേസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിവിടെ തീർക്കാൻ പോകുവാണ്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് പറയുന്നുണ്ട്, യൂണോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ലാംഗ്വേജ് എനിക്ക് 3 മിനിറ്റ് വേണം, എന്റെ അടുത്ത അറ്റാക്കിൽ എനിക്ക് ഉറപ്പായിട്ടും അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് 3 മിനിറ്റ് വേണം. അങ്ങനെ യൂണോനെ കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.